ഇന്നത്തെ സുമംഗലി ഭവ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്നിട്ട് എത്ര കാലമായി, എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ രവി ചോദിക്കുമ്പോൾ വേഗം സൂര്യൻ പറയും ഇവിടെ അടുത്തുള്ള ഫ്രെഡീസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. എന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും മാത്രമാക്കി നല്ലൊരു അഭിപ്രായം എന്നല്ല പറയുന്നത് കേട്ടത്. അവിടെ കുഴപ്പമൊന്നുമില്ല സാറേ. പിന്നെ ഹോം സ്റ്റേ നടത്തുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണമൊക്കെ പറയല്ലോ, അവർക്ക് ഒരാളെ കിട്ടണമെന്നാണല്ലോ ഉദ്ദേശിക്കുക, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. രവി ഫ്രീ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങ്, എന്തായാലും നമുക്കൊന്ന് കൂടാം. അതൊക്കെ പിന്നെ ആക്കാം സാറേ. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് സൂര്യൻ നമ്മുടെ ദേവുവിനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ചോദിക്കും, അല്ല സാറേ എൻ്റെ ഭാര്യയെ പറ്റി സാറൊന്നും ചോദിച്ചില്ല. അപ്പോഴായിരിക്കും സൂര്യൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുക. അന്ന് ഭാര്യനോട് നീ മരിക്കുകയാണ് വേണ്ടത്, നീ ഇവിടെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വരുമ്പം ആ സ്റ്റെയറിന്ന് സ്റ്റെപ്പിലൂടെ താഴോട്ടേക്ക് വീണിട്ട് അവിടുത്തെ കമ്പീൻ്റെ മുകളിൽ ഇടിച്ചിട്ടായിരിക്കും അവൾ മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, അല്ല ഭാര്യ എന്താ അവളുടെ അവസ്ഥ, അവളെ കണ്ടില്ലേ? പിന്നെ അതിനുശേഷം അന്വേഷിച്ചിട്ടേ ഇല്ല. അതെന്താ അന്വേഷിക്കാഞ്ഞത്? എന്തിനന്വേഷിക്കാനാ? മണ്ണിൽ മറഞ്ഞു പോയ പെണ്ണിനെ പിന്നെ ഞാൻ എന്ത് ആലോചിച്ചിട്ടാ അന്വേഷിക്കുക? അവള് മരിച്ചോ? പിന്നല്ലാതെ സാറല്ലേ പറഞ്ഞത് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മരിക്കുക വേണ്ടത്, മണ്ണിനോട് ചേരുന്നതാണ് നല്ലത് എന്നൊക്കെ. അത് ഞാൻ അപ്പുറത്തെ ഒരു ആവേശത്തിൽ അങ്ങനെ ഒരു ആ സിറ്റുവേഷനിൽ പറഞ്ഞു പോയതാ, അല്ലാതെ വേറെ ഒന്നും. ദൈവം ഒരു ജന്മം കൂടി ഒരു ചാൻസും കൂടെ തന്നിരുന്നെങ്കിൽ, അവളെൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ സാറേ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സൂര്യനിലൂടെ തലയ്ക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും. കാരണം പണ്ടത്തെ ഓർമ്മകളൊക്കെ പിന്നെയും വരുവാണ്. പണ്ടത്തെ ആ ക്രൂരനായ സൂര്യനെ പിന്നെയും വീണ്ടും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ രവി. നമ്മുടെ ദേവു ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വലിയ പന്തി ഇല്ലാതെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. രവിയുടെ സങ്കടത്തിൽ സൂര്യൻ വേഗം പോയിട്ട് ഒന്ന് തോളിൽ തട്ടിയിട്ട് പറയും, എനിക്ക് മനസ്സിലാവും രവി നിൻ്റെ അവസ്ഥ, സാർക്ക് മനസ്സിലാവില്ല. സാർക്ക് അത് മനസ്സിലാവണമെങ്കിൽ എൻ്റെ അവസ്ഥ അത് സാർക്ക് വരണം. ലോകത്ത് ആർക്കും ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. പോട്ടെ രവി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാണ്, സാറിനെ പരിചയപ്പെട്ടതാ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. ഇപ്പം സാറിൻ്റെ ഭാര്യയെ എനിക്ക് രക്ഷിക്കാനും പറ്റിയല്ലോ. അതിന് രവിയോട് എത്ര നന്ദി പറഞ്ഞാലും അത് പകരാവില്ല എന്നറിയാം. എൻ്റെ ജീവൻ വേണമെങ്കിൽ തരാൻ ഞാൻ തയ്യാറാണ്. അത് വേണ്ട സാറേ, സാറ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇതിനേക്കാൾ ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. സാർ ഇനിയും നന്ദി പറയാൻ പോകുന്നതേ ഉള്ളൂ. സൂര്യൻ ചിരിച്ചുകൊണ്ട് അവിടുന്ന് എന്തായാലും പിന്നെ കാണാം, ഞങ്ങൾ പോവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവുവിനെയും കൂട്ടി അവിടുന്ന് പോവും. രവി വിചാരിച്ച ഗിഫ്റ്റ് എന്താണെന്ന് അവനിങ്ങനെ മനസ്സിൽ പറയും. നീ എന്താ വിചാരിച്ചത്? നിനക്ക് തരാൻ വിചാരിച്ച ഗിഫ്റ്റ് എന്താണെന്നറിയോ? നിൻ്റെ ഭാര്യ ദേവുവിൻ്റെ ശവശരീരമാണ്. അവളെ ജീവനോടെ നീ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോവില്ല. തിരിച്ച് ദേവും സൂര്യനും കൂടെ ഹോം സ്റ്റേയിൽ എത്തിയെങ്കിലും സൂര്യൻ നല്ല എന്തോ ഒരു ആലോചനയിലായിരിക്കും. പണ്ടത്തെ അവൻ നമ്മുടെ സൂര്യനോട് ആ രവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ സജിനീൻ്റെ മരണവും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവ് ചോദിക്കും, അല്ല സൂര്യേട്ടാ, ആ സജിനി എന്ന് പറഞ്ഞ ആൾക്ക് എവിടെയാണ് പോയത്? എന്താ സൂര്യേട്ടാ ഒന്നും മിണ്ടാത്തേ? അപ്പം നമ്മുടെ സൂര്യൻ വേറെ ഏതോ ലോകത്തായിരിക്കും. അയ്യോ ദേവ് എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല, ഞാൻ വേറൊരു ആലോചനയിലായിരുന്നു. അല്ല, ആ രവി പറഞ്ഞല്ലോ സജിനി എന്ന് പറഞ്ഞ ആളെ പിന്നെ കണ്ടിട്ടേ ഇല്ലയെന്ന്. അവരുടെ ഭാര്യയല്ലേ, അവർ എവിടെ പോയതാ? അവർ മരിച്ചു. അയ്യോ അതെന്താ അങ്ങനെ? അവളൊരു വിശ്വസിക്കാൻ പറ്റാത്ത പെണ്ണായിരുന്നു. ചില വേറെ ആരോടെങ്കിലും എന്തെങ്കിലും അടുപ്പുണ്ടായിരുന്നോ? അങ്ങനെയൊന്നല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കാണാതായ ആ ഒരു സമയത്ത് നാട് നീളെ നിന്നെ അന്വേഷിച്ചിട്ട് കുറേ ആൾക്കാർ വിട്ടിരുന്നു. അങ്ങനെ വിട്ട ഒരാളാണ് രവി. അപ്പോൾ രവി നിന്നെ ആദ്യമായിട്ട് കണ്ടു എന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു നിന്നെ കണ്ടുകിട്ടിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടേക്ക് വരുന്ന സമയത്താണ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് രവി കോമ സ്റ്റേജിലേക്കായത്. ശരിക്കും രവിയെ രക്ഷിച്ചത് നീയാണ്, ദേവുവാണ് രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആ കോമ സ്റ്റേജിലുള്ള രവിനോട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നീ അദ്ദേഹത്തിനെ അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എനിക്ക് രവി തന്നെയായിരുന്നു ആശ്രയം. എങ്ങനെയെങ്കിലും ആ കോമ സ്റ്റേജിലുള്ള രവിനെ ഒന്ന് നല്ലപോലെ ആക്കിയെടുക്കണം, അതിന് ഞാൻ എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് രവിയുടെ ഭാര്യ സജിനി അങ്ങോട്ടേക്ക് വന്നത്. അപ്പം സജിനിക്ക് അവിടെ വരുമാനം നിലച്ചതിൻ്റെ സങ്കടമായിരുന്നു, അല്ലാതെ അയാൾ കോമ സ്റ്റേജിലേക്ക് കിടന്നതിൻ്റെ വിഷമമൊന്നും അല്ലായിരുന്നു ഉള്ളത്. കാരണം അദ്ദേഹം ഒരു കൂലിത്തല്ലുകാരനൊക്കെ ഗുണ്ടാപ്പിരിവ് നടത്തി ജീവിക്കുന്ന ആളാണ്. അപ്പം അയാൾ കൊണ്ടു കൊടുക്കുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് അവരും അവരുടെ മകനും കൂടെ ജീവിക്കുന്നത്. അത് നിലച്ചതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അവർക്ക് 10 ചോദിച്ചാൽ 100 കൊടുക്കാം, അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു രീതിയിലെത്തിയപ്പോൾ അവരതൊരു സഹായമായിട്ടല്ല ആ ഭാര്യ കണ്ടത്.
ഞാൻ അവൾക്ക് ബലഭൂഷ്ടമായ ഒരു എണ്ണപ്പാടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും വന്നിട്ട് ഓരോ ചിലവെന്നും പറഞ്ഞിട്ട് നല്ല പോലെ തന്നെ പൈസ കൈക്കലാക്കി. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയ്ക്കൊന്നും പൈസ കൊടുക്കരുത് എന്നൊക്കെ. അവസാനം ആ സജിനി ഡോക്ടർമാരോട് വരെ പറയാൻ തുടങ്ങി ഈ കോമ സ്റ്റേജിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കരുത്. ഞങ്ങൾ ഈ സൂര്യൻ സാറിനോട് പൈസ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോനും ഞാനും ജീവിച്ചോളാം. ഇത് കോമ സ്റ്റേജിൽ നിന്ന് എങ്ങാനും നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവില്ല എന്നൊക്കെ. ഇത് സൂര്യൻ അവിടുന്ന് ഒളിഞ്ഞ് കേൾക്കുകയും ചെയ്യും. അല്ല സൂര്യേട്ടാ, ഇത് രവിക്കറിയോ? ഞാൻ അയാളോട് പറയാൻ പോയിട്ടില്ല. പക്ഷേ പിന്നെ അവൾ എവിടേക്കാണ് പോയത്? അത് അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാണെന്നാണ് കേട്ടത്. അതെങ്ങനെയാണ് ശരിയാവുക സൂര്യേട്ടാ? സൂര്യേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ആ പണത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്, ഭർത്താവിനെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ. അതെങ്ങനെയാണ്? എന്തായാലും അയാളോട് നമുക്ക് ഒരിക്കലും തീരാത്ത കടമുണ്ട്. കാരണം നിന്നെ എനിക്ക് വീണ്ടും തന്നത് അയാളാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നിൻ്റെ ജീവനും രക്ഷിച്ചു. അയാളോട് തീരാത്ത കടബാധ്യത തന്നെയാണ് നമുക്കുള്ളത്. ഇതേ സമയം നമ്മുടെ രവിയും ആ ഫോട്ടോഗ്രാഫറായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും കൂടെ കള്ളും കുടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അല്ല സാറേ വെറുതെ എന്തിനാ ഞങ്ങളെ ഫോട്ടോഗ്രാഫറായിട്ട് വേഷം കെട്ടിച്ചത്? ഈ സമയത്ത് അങ്ങ് എല്ലാ പരിപാടിയും തീർത്താൽ നമുക്കങ്ങ് പോയാൽ പോരായിരുന്നോ? അത് പറ്റില്ല. എന്തായാലും ഞാനാണ് ആ ദേവുവിനെ കൊന്നതെന്ന് അവൻ അറിയണം. സജിനിക്ക് പകരം കൊടുത്തതാണ് ദേവുവിന എന്ന് അവൻ മനസ്സിലാക്കണം. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൊന്നു കഴിഞ്ഞാൽ സൂര്യനെ കൊണ്ടുപോകാൻ നമ്മുടെ കാർത്തിക ഒരു കയറും കൊണ്ടങ്ങ് വന്നോളും. വലിച്ചടിച്ച് കൊണ്ടുപോയിക്കോളും. പിന്നെ വിശ്വനാഥൻ സാറല്ലേ കൂടുതൽ നമ്മുടെ കൂട്ടിലുള്ളത്. പിന്നെ ആ ഹോം സ്റ്റേ ഒക്കെ ശരിക്കുള്ളതാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അത് മൊത്തം എല്ലാവരും അവിടെ നടക്കുന്ന ഓരോരുത്തരും ആക്ട് ചെയ്യുകയാണ്. അതും അവൻ വിചാരിച്ചത് ഏതോ ഒരു നല്ലൊരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നതെന്നാണ്. ശരിക്കും അവിടെ ഉള്ളത് അവൻ ശരിക്കും അവിടേക്ക് ചക്രവ്യൂഹത്തിലേക്ക് തല വെച്ച് കൊടുത്തിരിക്കുകയാണ്. അന്ന് രാത്രി സൂര്യനും ദേവും കൂടെ പൂളിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ചായ എന്തോ കുടിക്കുകയായിരിക്കും. അപ്പം സൈഡിൽ തന്നെ തീ കായാൻ വേണ്ടിയിട്ട് തീയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വന്നിട്ട് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് സൂര്യൻ അകത്തേക്ക് പോയ സമയത്ത് ആ പുല്ലിൻ്റെ സൈഡിലൂടെ ഒരാളിങ്ങനെ നടന്നു വരും. ദേവുവിൻ്റെ തൊട്ടടുത്തെത്തുന്ന സമയത്ത് ദേവു കാണും ആരുടെ ഒരാളുടെ ഒരു നിഴലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. സൂര്യേട്ടാന്നും വിളിച്ച് ദേവു അലറി കരയുന്നത് കണ്ടിട്ട് സൂര്യൻ ഓടി വരും റൂമിൽ നിന്ന്. എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും, ഇവിടെ ആരോ ഒരാളുണ്ട്, ഞാൻ കണ്ടു. നീ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ഇവിടെ ഞാൻ നോക്കിയല്ലോ, ആരെയും കാണുന്നില്ല, നിനക്ക് വെറുതെ പേടിച്ചിട്ട് നിനക്ക് വേറെന്താ തോന്നിയതാ, നീ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂര്യൻ അകത്തേക്ക് കൊണ്ടുപോകും ദേവുവിനെ. എന്നിട്ട് പറയും, സൂര്യേട്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കോ, ഇവിടേക്ക് വന്നത് മുതൽ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളാണ്, ലോറി, ഫോട്ടോഗ്രാഫർ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഇതുള്ളത്. ഈ ഹോം സ്റ്റേ വരെ എന്തൊക്കെയോ ദുരൂഹത നിറഞ്ഞ പോലെ. അതുകൊണ്ട് നമുക്ക് വേഗം തിരിച്ചു പോയാലോ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഓക്കെ നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ നീ ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ നീ നോക്കിക്കാണുന്ന രീതിയാണ് പ്രശ്നം. എന്തായാലും എനിക്കെന്തോ ഇവിടെ ഒന്നും പിടിക്കുന്നില്ല, നമുക്ക് പോവാം, നമുക്ക് മനസ്സമാധാനത്തോടെ വീട്ടിൽ പോയാൽ മതി, വേറെ ഒന്നും വേണ്ട എനിക്കെന്ന് പറഞ്ഞപ്പം സൂര്യൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ നാളെ പോവാം, പക്ഷേ നമുക്ക് ഇപ്പം കിടന്നാലോ എന്നും പറഞ്ഞിട്ട് ദേവുവിനെയും കൂട്ടിയിട്ട് കിടക്കാൻ പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്